ഇത് ഞാൻ കടൽക്കക്കടിയുടെ ഒരു ബജി ഉണ്ടാക്കാൻ പോകുക. അന്നൊരു പ്രാവശ്യം ഞാൻ ഇതിന്റെ കൂട്ടാൻ ഉണ്ടാക്കി കാണിച്ചില്ല. ഇനി ഇത് വെച്ച് ബജി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇത് കണക്ക് കൊച്ചലായിട്ട് കട്ട് ചെയ്തിട്ട് കുക്കറിൽ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് 2-3 സീറ്റി കൊടുത്തെടുക്കണം. ഇത് അങ്ങനെ വേവിച്ച് വെച്ചേക്കുക. ഇനി ഇത് ബജി ഉണ്ടാക്കാനുള്ള കടലമാവൊക്കെ കുഴക്കുക. ഒരു തവി കടലമാവ്, ഇതിന് അധികം ആവശ്യമില്ല, ഇച്ചിരിയും കൂടെ ഇട്ടേക്കാം. 1/2 സ്പൂൺ ഉപ്പ്, ശകലം ബേക്കിംഗ് പൗഡർ, ശകലം മുളക് ചതച്ചതും കൂടി ഇടാം ഒരു ടേസ്റ്റിന് വേണ്ടി. ഇനി ഇത് ഞാൻ മിക്സ് ചെയ്തെടുക്കാം. വേവിച്ച് വെച്ച കമൽക്കക്കടി ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കും. ഇത് ഒത്തിരി അങ്ങ് വറക്കേണ്ട കാര്യമില്ല. ഇത് മുമ്പേ വേവിച്ചും കൂടെ വെച്ചിരുന്നില്ലയോ. ഇതിലുണ്ടല്ലോ ഒരു നൂല് മാതിരി, നമ്മുടെ പിണ്ടിക്കില്ലേ അതുമാതിരി ഒരു നൂലിന്റെ ഇത് വരും. അത് മാറ്റാൻ വേണ്ടി ഒന്ന് വറുത്തെടുക്കുന്നത്. ഇനി ഈ കുഴച്ച് വെച്ചിരുന്ന മാവിലോട്ട് നമുക്കിത് എടുത്തിടാം. ഇനി ഒന്നുമില്ല, ഇതൊന്ന് കലക്കിയിട്ട് ബജിയായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് എണ്ണയിലോട്ടിട്ട് വറുത്തെടുക്കാം. ഓരോന്നോരോന്നിട്ട് നമുക്ക് വറുത്ത് പോരാം. ഇതേ ഉള്ളൂ. പക്ഷേ ഇത് ബജിയായിട്ട് തിന്നാൻ ഏറ്റവും നല്ല രുചിയാണ്. അങ്ങനെ നമ്മുടെ താമരത്തണ്ടിന്റെ ബജിയെല്ലാം തയ്യാറായി. ഇനി ഇത് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ താമരത്തണ്ടിന്റെ ബജിയും തയ്യാറായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.